നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ആഭരണങ്ങൾ കാണിക്കുന്നതാണ്. കോപ്പറാണ് ഞാൻ വീട്ടിലിരുന്ന് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് കൂടാണ്ട് ഒരു വീഡിയോസും കൂടി അടുത്ത വീഡിയോസ് ഉണ്ട്. അതിലാണ് ഞാൻ വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും ഞാൻ തരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാട്സാപ്പിൽ അയയ്ക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ഇത് കോൾ ചെയ്യുക, എൻക്വയറി ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇപ്പോഴത്തെ പ്രോഡക്റ്റ് കാണിക്കുന്നത് പാലയ്ക്ക, നാഗപടം, മാങ്ങാമലയാണ്. അതൊക്കെ ഒറ്റ കട്ടയാണ്, വലിയ കട്ടയാണ്. അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെറിയ ചെറിയ കുട്ടി പാലയ്ക്കകളാണ് കാണിച്ചിട്ടുണ്ട്, പാലയ്ക്ക, നാഗപടം. അതിൻ്റെ പ്രൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ മുഴുവൻ വില ഞാൻ പറയാം. അപ്പോൾ ഞാനാണെങ്കിലും ശരി, ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഏത് കാണണമെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം വാങ്ങിയോ ഇല്ലയോ എങ്കിലും നമ്മൾ വിലയാണ് ആദ്യം നോക്കുള്ളൂ. നമ്മൾ ഓരോ പ്രോഡക്റ്റും കാണുമ്പോൾ ആദ്യം വില നോക്കിയിട്ടാണ് വാങ്ങുള്ളൂ. അതിനുശേഷം നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ പുതിയ പുതിയ മോഡൽസ്, ഇപ്പോൾ പാലയ്ക്കൽ ഒരുപാട് പല പല മോഡലുകൾ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഗീവ് അവേ ഒക്കെ ഉണ്ട്, ഓണത്തിനുള്ള ഗീവ് അവേ ഒക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മോഡൽസുകൾ ഞാൻ പണിയുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പണിയുന്നതാണ്, ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതാണ്. ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസിലാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഷിപ്പിംഗ് ചാർജ് വരും, അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ അതുകൂടാണ്ട് വേറെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. ആ വീഡിയോസിലൊക്കെ കമൻറ്റ് എഴുതുക. കമൻറ്റ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് ആ കമൻറ്റ് എഴുതിയ ആൾക്കാരെ മാത്രം ഗീവ് അവേയിലേക്ക് ഞാൻ പങ്കെടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുക, അതിലത്തെ ഓരോന്നിൻ്റെ വില പറയാം. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളുടെ വില ഞാൻ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇത് ഒരു ചെയിനാണത്. ഈ ചെയിൻ ശ്രീകൃഷ്ണൻ്റെയാണ്, സെൻട്രൽ ലോക്കറ്റ്. പിന്നെ ചുറ്റും ഓരോ ഡൈ വെച്ചിരിക്കുകയാണ്. ലോങ് മാലാണ്, 24 ഇഞ്ചാണത്. 24 ഇഞ്ച് പറഞ്ഞാൽ 8 പിടിയാണ്. നമ്മൾ 3ൻ്റെ കൊണ്ടപ്പെട്ടിയ ചൊല്ലണ മാതിരിയാണ് കേട്ടോ. ഒരു പിടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ചാണ് നീളം. അപ്പോൾ അതേപോലെ അതാ പാലയ്ക്ക, പച്ച കളർ പാലയ്ക്ക, മുകളിൽ പിങ്ക് കളറ് കല്ല് കിട്ടാ. താഴെ ഗ്രീനും മുകളിൽ പിങ്കാണ് വന്നിരിക്കുന്നത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വലിയ ബോൾ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ കുരുമുളകും വെച്ചിട്ടുണ്ട്. ഈ സൈഡ് കണ്ടോ, ഇത് കുരുമുളക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കുരുമുളക് എന്നാട്ടോ പറയുക. ഇതൊരു ബോൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഇത് കമ്പി വെറുതെ ചുറ്റി വെച്ചിരിക്കുക. അതായത് നല്ല കനത്തിലുള്ള തന്നെയാണ് ചുറ്റിയിരിക്കുന്നത്. വളക്ക് വന്നിട്ടില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും ഇത് അഴിച്ച് അങ്ങോട്ട് മാറ്റണമെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വളക്ക് കൊടുക്കാണ്ട് ഇവിടെ കമ്പി നല്ല സ്ട്രോങ്ങിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് പാലയ്ക്കാണ്, അല്ല നാഗപടമാണ്. പാലയ്ക്ക താഴത്തെ, അതിന് തൊട്ട് മുകളിൽ നാഗപടം. നാഗപടം റെഡ് കളറാണ്, മുകളിൽ അതിരിക്കുന്നത് വൈറ്റ് കളർ കല്ലാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ബോൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു കുരുമുളകും വെച്ചിട്ടുണ്ട്. ഇതും 24 ഇഞ്ചാണ്. നമ്മുടെ ഉള്ളതെല്ലാം 24 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ വന്നിരിക്കുന്നത് മാങ്ങയാണ്. അത് പച്ച കളറാണ്, അതായത് ഗ്രീൻ. മുകളിൽ പിങ്ക് കളറ്, അപ്പുറത്തും ഇപ്പുറത്തും ബോളും ഉണ്ട്. പിന്നെ കുരുമുളകും വന്നിട്ടുണ്ട്. പിന്നെ മുകളിൽ പിങ്ക് കളറ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ സ്വന്തമായി വീട്ടിൽ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് ഗോൾഡ് പ്ലേറ്റാണിത്. പിന്നെ അടുത്ത വീഡിയോ വരുന്ന ആ വീഡിയോയിലാണ് ഞാൻ വാട്സാപ്പ് നമ്പറും കോൾ നമ്പറൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. ഷിപ്പിംഗ് ചാർജ് മാത്രം നിങ്ങൾ കൊടുക്കേണ്ടി വരും. നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക. അമ്മമാരും സഹോദരിമാരും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മുടെ ലൈക്ക് കുറവാണ്, എന്നാലും ലൈക്ക് അടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അതുകൊണ്ട് അതേപോലെ ഇത് ലക്ഷ്മി ദേവിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ തൊട്ട് മുകളിൽ കണ്ടത് പിങ്ക് കളറ് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്, 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇതാ 24 ഇഞ്ചാണ് ഇതിൻ്റെ നീളം. എസ്കോളത്താണ് വന്നിരിക്കുന്നത്. ഞാൻ എസ്കോളത്ത് വെച്ചാൽ ഇതിൽ തവളക്കുളത്തുണ്ടായത്. തവളക്കുളത്ത് മാറ്റിയിട്ട് ഞാൻ എസ്കോളത്ത് വെച്ചതാണ് കേട്ടോ. അത് എസ്കോളത്ത് ചെയ്തതാണ്. പിന്നെ ഇതുണ്ടോ, ഇത് പിങ്ക് കളർ വരുന്നത്. ഇതിൻ്റെ പുറകുവശം ഞാൻ കാണിച്ചു തരാം. പുറകുവശം ഇതവിടെ ചെറിയൊരു ഇത് വെച്ചിട്ട്, റൗണ്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ കണ്ടോ. നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും മാറ്റണം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പി ചുറ്റി ഇത് മാറ്റാം. എന്നിട്ട് ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ മാത്രമായിട്ട് ഉപയോഗിച്ച് നടക്കാം. അങ്ങനെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു എളുപ്പപ്പണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് അതേ അപ്പുറത്ത് കണ്ട അത് നമ്മൾ ഇവിടെ കണ്ടത് പച്ചയാണ് കണ്ടത്. പച്ച മാങ്ങയാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ചുവപ്പാണ്, റെഡ് കളറാണ്. കളറാണ് പാലയ്ക്ക കല്ല് വന്നിരിക്കുന്നത്. മുകളിൽ വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് കല്ല്. പിന്നെ അപ്പുറത്തും ഓരോ ബോളുണ്ട്. പിന്നെ ഈ സൈഡ് മറ്റേ കുരുമുളകാണ്.
ഇനി കുരുമുളക് നട്ട പറയുക. പിന്നെ ഇതാ ഇത് 24 ഇഞ്ച് നീളമാണത്. 1100 രൂപയാണ് ഇതിലെല്ലാത്തിൻ്റെ വില. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ വരും. വില പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട. 1100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഇത്. ഞാൻ തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ പണിതിട്ടുള്ളതാണ്. പിന്നെ പുറകുവശത്ത് ഇതാണ് ഫ്രെയിമാണിത്. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കല്ല് ഇറക്കി വെച്ചിട്ട് ഇതിങ്ങനെ മാടുക എന്ന് പറയും. ഞാൻ മറ്റേ പാലക്ക പണിതിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാലക്കയിൽ കല്ല് വയ്ക്കുന്ന വീഡിയോ ഉണ്ട്. അത് ആൾക്കാർ കണ്ടിരിക്കുന്നത് കുറവാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നമ്മുടെ ചാനൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാം ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ കല്ല് വയ്ക്കുക. കല്ലിൻ്റെ മുകളിൽ ഒരു വേറെ ഷീറ്റ് ഉണ്ട്. അതായത് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളിത്തകിട് പോലെ ഉണ്ടാവും. അലുമിനിയം പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിന് അടിത്തകിട് എന്ന് പറയും. അടിത്തകിട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. മാട് എന്ന് പറയും കേട്ടോ. സ്വർണ്ണപ്പണിക്കാർക്ക് മാട് എന്ന് പറയും. ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ കല്ലിറക്കി വെക്കുന്നത്. അപ്പോൾ അറിയാത്ത ആൾക്കാർക്കൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗോൾഡ് പ്ലേറ്റ് ആണത്. അത് അടുത്ത് നാഗപടമാണ്. നാഗപടം അതേപോലെ തന്നെ വന്നിരിക്കുന്നത്. സെൻറ്ററിലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ആഡിയനാണ്. പിന്നെ സൈഡ് കട്ടിങ് വന്നിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ ഇപ്പുറത്തും ബോളും ഉണ്ട്. ഇത് മുകളിൽ പിങ്ക് കളർ കല്ലാണ്, ഗ്രീൻ കല്ലാണ്. ഇതിന് 1100 രൂപയാണ് വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ചെയ്യാൻ നീളമുള്ള കാരണം കൊണ്ടാണ് ഇത്ര പ്രൈസ് വരുന്നത്. കല്ലിന് ചെമ്പിനൊക്കെ ഓരോ ദിവസം പോകുന്നതും വിലയിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെമ്പിനടക്കം വിലയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അത്ര പ്രൈസ് വന്നിരിക്കുന്നത്. ഈ 1100 മാറ്റമൊന്നും വരില്ല കേട്ടോ. ഷിപ്പിംഗ് ചാർജ് മാത്രം നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇത് 24 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡിസൈൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് ചെയ്തു തരാം. അപ്പോൾ അമ്മമാർ സഹോദരിമാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇതിനെക്കാളും വ്യത്യസ്തമായ ഡിസൈനാണ് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനൽ വെറുതെ സെർച്ച് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമ്പോൾ അത് നോക്കുകയാണ് നല്ലത്. പിന്നെ അടുത്തത് വന്നിട്ട് പാലക്കയാണ്. പാലക്ക തന്നെ ഇതും അതേപോലെ തന്നെ കേട്ടോ. നമ്മൾ പറഞ്ഞ മരുന്നുണ്ടോ, കല്ല് ഇറക്കി കൊടുത്തിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇത് നല്ല അലുമിനിയം ഷീറ്റ് എന്തിനാണ് ഉള്ളിൽ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ് കിട്ടാതുണ്ട്. അത് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പച്ച കളർ കണ്ടോ, തിളങ്ങുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് അലുമിനിയം ഷീറ്റ് വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ റെഡ് കളറ് കല്ലാണ് വന്നിരിക്കുന്നത്. ഇത് മുകളിൽ വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഇത് മറ്റേ നിഴലടിക്കുന്നത് കൊണ്ടാണ് ആ സൈഡ് കറുപ്പ് വരുന്നത് കേട്ടോ കല്ലിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് വൈറ്റ് കളർ കല്ലാണ്. നമ്മൾ ഗ്രീനിൽ മാത്രമാണ് മുകളിൽ പിങ്ക് കല്ല് വരുള്ളൂ. ബാക്കി മറ്റേ റെഡിലും ബ്ലൂവിലും മുകളിൽ വരുന്നത് വൈറ്റ് കല്ലാണ് വരുള്ളൂ കേട്ടോ. പാലക്കയിൽ അങ്ങനെ വരുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. കാലങ്ങളായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും. എന്നാലേ അതിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇതും ഇതേപോലെ 24 ഇഞ്ചാണ് നീളം വന്നിരിക്കുന്നത്. 24 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 പിടി. നമ്മൾ സ്വർണ്ണക്കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ പറയും 8 പിടിയാണ് 6 പിടിയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓരോ പിടിക്കണക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഒരു പിടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ചാണ്. 8 പിടി എന്ന് പറഞ്ഞാൽ 24 ഇഞ്ച്. ചിലപ്പോൾ 6 പിടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ഇഞ്ചാണ്. അത് പിന്നെ 3ൻ്റെ കൊണ്ട പട്ടിക മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള, ഇനിയും വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. പാലക്ക മാത്രമാണ്. അപ്പോൾ ഒന്ന് കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുക അമ്മമാരെ, സഹോദരിമാരെ. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പ്രൈസ് ചെറിയ പാലക്കയുടെ കൂടി പറയും. അപ്പോൾ അതിലും ഇതൊന്നും കൂടിയും കാണിക്കുക. അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക അമ്മമാരെ, സഹോദരിമാരെ. പിന്നെ ഗിവ് അവേ വരുന്നുണ്ട്. അപ്പോൾ കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുന്ന ആൾക്കാരെ മാത്രമേ ഗിവ് അവേയിലേക്ക് ഞാൻ പങ്കെടുപ്പിക്കുന്നുള്ളൂ. അല്ലാണ്ട് പങ്കെടുപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയാൻ സൂപ്പർന്നോ നന്നായിട്ടുണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ എഴുതണം. എന്നാൽ അവരെ മാത്രമേ ഞാൻ ഗിവ് അവേയിലേക്ക് പങ്കെടുപ്പിക്കുള്ളൂ. പിന്നെ നമുക്ക് കോംബോ സെറ്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അമ്മമാരെ, സഹോദരിമാരെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പാലക്കയിൽ ചെറിയൊരു വ്യത്യസ്തതകൾ വരുത്തിയിട്ടുണ്ട്. പാലക്ക നാഗപടം അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാം. കളറൊന്നും എടുത്തില്ല, ഞാൻ പണിത് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നാഗപടത്തിൻ്റെ ഒരു നെക്ലസ്സാണ് ഞാൻ പണിതിരിക്കുന്നത്. നാഗപടത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ഡിസൈൻ ഞാൻ പണിത് കാണിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇത് ഞാൻ പണിത് വെച്ചാണത്. കണ്ടത് ഈ സൈഡ് മുഴുവൻ ഇതുണ്ട്. ഇത് മുല്ലമുട്ടാണ്, സൂചി മുല്ലമുട്ടാണ് ഡൈകളാണ്. എൻ്റെ അടുത്ത് ഓരോ നാഗപടത്തിൻ്റെ ഡൈകളാണുള്ളത്. പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞാൽ ഇത് രണ്ടും മയിലാണിത് രണ്ടും. ഇതിൻ്റെ തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത് നാഗപടത്തിൻ്റെ ഡൈ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം
സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുണ്ട് ഇവിടുന്ന് പിന്നെ ഉറവശി ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ ബാക്ക് ചെയ്യാനാണ്. ബാക്ക് ചെയ്യാൻ ഇത് ഇങ്ങനെ കുളത്ത് വരുന്നത് ഇതുണ്ട്. ഈ കുളത്ത് കണ്ടില്ലേ, ഈ കുളത്ത് ബോംബെ കുളത്ത് നിന്നാണ് കേട്ടോ പറയുക ഇതിനെ. ഇങ്ങനത്തെ നെക്ലസുകളിലൊക്കെ വരുന്നത് ഇങ്ങനത്തെ കുളത്താണ് വയ്ക്കുക. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള നെക്ലസുകളാണിത്. കളർ എടുക്കാത്തതാണിത്. ഞാൻ പണിത് വെച്ചിട്ടുള്ളൂ. ഇതിൽ കല്ല് വയ്ക്കണം. കല്ല് വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ഇതിന് ഫ്രെയിമാണ്. ഇതിന് നമ്മൾ ഫ്രെയിം എന്നാണ് പറയുക കേട്ടോ. ഈ ഫ്രെയിം ഇതിൻ്റെ ഉള്ളത് അതാണ് പാലക്കയുടെ കല്ല് കണ്ടോ. അതാണ് പാലക്കയുടെ കല്ല് കേട്ടോ. ഈ പച്ച ഈ കല്ല് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. ഇതിലിങ്ങനെ ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അടിത്തകട് പറയുന്നത് ഇതാണ് കണ്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് അടിത്തകട്. ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇതിങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്ത ശേഷം ഈ സൈഡൊക്കെ ഇങ്ങനെ മടക്കി വയ്ക്കും. ഈ സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവന്മാർ സഹോദരിമാർ ആര് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവരൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. ഇതിലിങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുകയാണ് പതിവ് കേട്ടോ. സ്വർണ്ണത്തിലാണെങ്കിലും ഒക്കെ ഇതേ പ്രോസസ്സ് തന്നെ നടക്കുന്നത്. നമ്മൾ ചെമ്പിലായത് കാരണം കൊണ്ട് നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇതേപോലത്തെ ഡിസൈനൊക്കെ ആക്കിയിട്ട് തന്നെ വേറെ പാലക്കയുണ്ട്. പാലക്ക ഇതേപോലെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത് കാണിക്കുന്നത് പാലക്കയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് ഞാൻ ഇന്നലെ അത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. പാലക്കയിൽ ഒരുപാട് നമ്മൾ വ്യത്യസ്തമായ ഡിസൈൻ കാണിക്കുന്നത്. ഇവിടെ കല്ല് വയ്ക്കുന്നതിന് തൊട്ട് മുകളിൽ ഈ ഭാഗത്തൊക്കെ കല്ലുകൾ വയ്ക്കും. പിങ്ക് കളർ കല്ലാണ് വയ്ക്കുന്നത്. പച്ച കല്ലാണ് ഇതിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇത് ഫ്രെയിം ഇതുണ്ട്. മുല്ലമുട്ടാണിത്. മുല്ലമുട്ട് ഡൈ ആണിത്. ഡൈ എന്നാണ് ഇതിനെ പറയുക. തൊട്ട് മുകളിലും മയിൽ, അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന മയിലുണ്ട്. പിന്നെ ഇത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കല്ലിറക്കി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു. ഇതൊക്കെ നമ്മുടെ പഴയ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറ്റുകയാണെങ്കിൽ അതിൽ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പാലക്കകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചാൽ എല്ലാ ഡൈകളും കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ഇതിൽ കല്ല് വയ്ക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അത് പിന്നെ ഒന്നും കൂടി പറയുകയാണ്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മോഡൽ പാലക്ക, നാഗപടം അങ്ങനെയുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. ഇതാണ് കല്ല് കണ്ടോ, ഇതാണ് കല്ല് കേട്ടോ, പാലക്കയുടെ കല്ല്. പറയാത്ത എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കല്ല് നമ്മളിങ്ങനെ ഇറക്കി വെക്കും. കണ്ടോ, കല്ല് ഇറക്കി വെച്ചു. അടുത്തതാ ഇതാണ് അതിൻ്റെ അടിത്തകിടെന്ന് പറയുക ഇതിന്. കണ്ടോ, ഇതിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെച്ചു. കണ്ടോ, അതിലിറക്കി ഇറക്കിയതുണ്ടോ, ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് കണ്ടോ എത്ര ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് ഉണ്ടോ, കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഇത് മടക്കിയ ശേഷമാണ് അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. ഈ വശത്ത് എന്താണുള്ളത് അതുകൊണ്ട് അതേപോലെ കല്ലുണ്ടാവും. ഓക്കെ, ഇത്ര ഉള്ളൂട്ടോ. അല്ലാണ്ട് വേറെ ഇപ്പോൾ മറയ്ക്കുന്ന പണിയൊന്നും ഇതിലില്ല. ചെയ്യുന്ന പണികൾ ഞാൻ ചെയ്യുന്ന പണികളൊക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതല്ലാതെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അവന്മാർ സഹോദരിമാർ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെയും പറയുകയാണ്, ഗീവ് അവേക്കൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് എഴുതണം. അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ എഴുതണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഓൺലൈനായിട്ട് വാട്സാപ്പ് നമ്പറും പിന്നെ കോൾ നമ്പറും തരുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പാലക്കയുടെ ആ വലിയ പാലക്കൊക്കെ 1100 രൂപയാണ് വില വരുന്നത്. പിന്നെ ആ ലക്ഷ്മി ദേവിയുടെ പിന്നെ ശ്രീകൃഷ്ണൻ്റെ വന്നിരിക്കുന്ന ആ ലോക്കറ്റുള്ളതിന് 600 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്തിട്ട് വാങ്ങുക, ഓൺലൈനായിട്ട് വാങ്ങുക. ഷിപ്പിംഗ് ചാർജ് മാത്രം നിങ്ങൾ കൊടുക്കേണ്ടി വരും. അടുത്തൊരു വീഡിയോയിലാണ് പറയുള്ളൂ. അപ്പോൾ ഇന്നത്തേലില്ല, അടുത്ത വീഡിയോ ഉണ്ട്. അടുത്ത വീഡിയോയിലാണ് ഞാൻ നമ്പറുകളൊക്കെ തരുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള മോഡൽസുകൾ വരുന്നുണ്ട്. അതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ഐറ്റംസുകളാണിത്. ഇത് അത്ര വലിയ വിലയൊന്നും വരുമൊന്നുമില്ല. അതൊക്കെ ഞാൻ അടുത്ത കളറിങ്ങൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വിലയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അത് കാണുന്നവരെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.